എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊട്ടയൊക്കെ കാണുമ്പോ അറിയില്ലേ. അപ്പൊ ഷാലൂസിന് 8ാം മാസത്തിൽ കടക്കാറായില്ലേ. അപ്പൊ ഞങ്ങൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ തുണിയൊക്കെ ഒന്ന് കീറി വെക്കാന്ന് വിചാരിച്ചു. തുണി കീറാന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഷാലൂസിന് മറ്റേ ഷർട്ട്, പിന്നെ പുതപ്പ്, വിരി, അങ്ങനെ കുറെ സാധനങ്ങൾ വേണ്ട. കുട്ടിക്ക് പിന്നെ തുണികള് അതൊക്കെ. അപ്പൊ അതൊക്കെ അപ്പൊ അത് കുറച്ച് തുണികളൊക്കെ കയറി പിന്നെ ഷർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ സെറ്റാക്കി വെക്കാൻ പറ്റും. നമുക്ക് വലിയ വലിയ ബാഗുകളൊന്നും ഇല്ല. നമ്മള് ഇതിനുള്ള സാധനങ്ങൾ മാത്രം. പിന്നെ കുറച്ച് മിന്നൂസിന് വാങ്ങിയത് മിന്നൂസിന് അപ്പൊ നമ്മള് ഇത് വേറെ വാങ്ങാൻ പോയില്ലേ. അപ്പൊ ഇതില് ഫുള്ളായിട്ട് സെറ്റാക്കി വെക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബാഗിലാണ് കൊണ്ടുപോകാം. അപ്പൊ ഇത് ഇനിയിപ്പോ കീറണ ഒരു വീഡിയോയിലേക്കാണ് കിടക്കാൻ പോണ. ഉണ്ണിക്ക് മുറിക്കാനായിട്ട് കുറച്ച് മുണ്ടുകളൊക്കെ നമ്മൾ വാങ്ങി. അപ്പൊ ഈ മുണ്ടുകൾ നമുക്ക് ഉണ്ണിക്ക് ഇങ്ങനെ കെട്ടാനുള്ള ഒരു സെറ്റപ്പില് ഒരളവില് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകും. നല്ല മുണ്ടാണല്ലേ. മുണ്ടുകളുണ്ട്, പിന്നെ നല്ല മുണ്ടുകൾ വാങ്ങിയ മുണ്ടുകൾ. എത്ര അളവില് വെച്ച് എല്ലായിടത്തും നോക്കിട്ട് കുറച്ച് കീറി ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു 6 മാസമൊക്കെ ആയപ്പോ കുറച്ച് വെച്ചു വിട്ടാ. കാരണം വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പോകണ്ടേ. അതിന് വേണ്ടിട്ട് വെച്ചു. കുറച്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടോ ഇത്തിരി വലുത് വേണമെങ്കിൽ വലുതും വെക്കാം. ആദ്യം കീറിയോ കേട്ടോ. കര വേണ്ട. കൊറേ ദിവസമായി വീഡിയോ ആവശ്യമാക്കാറില്ല. ഒന്നും എനിക്ക് വയ്യ. പിന്നെ ആട്ടോക്കുള്ള തന്നെ അത് വീട്ടിലുണ്ടാവില്ല. വീഡിയോ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടിട്ടാ എന്താ ഇങ്ങനെ കേട്ടാ. അപ്പൊ പിന്നെ 2 കിട്ടില്ല. അതല്ല വേണ്ട. ഇതൊക്കെ വേറെ ആൾക്കാർ ചെയ്യണ്ടാണ്. അതിപ്പോ നമ്മളെന്നെ ചെയ്യണ. നമ്മള് പിന്നെ ഉണ്ണികൾ വരാന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഉണ്ണികളുണ്ട്, കുട്ടികളുണ്ട്. അവര് ചേച്ചി ആരും കുഴപ്പമില്ല, ഞങ്ങളുണ്ട്, നമുക്ക് ചെയ്യാട്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് പരീക്ഷ 10ാം ക്ലാസ് പരീക്ഷയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അവർക്ക് വരാൻ പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് തന്നെ ചെയ്യാന്ന് ചോദിച്ചു. ഇത് ഓരണ്ട് ജസ്റ്റ് ഇപ്പൊ ഇത് കട്ട് ചെയ്ത് ഇനി മടക്കിക്കോ. പക്ഷെ കര കളഞ്ഞ ഒരെണ്ണം ചെറിയ നീളാകുമ്പോ ഭയങ്കര സ്മൂത്ത് അല്ലേ സ്കിന്നൊക്കെ. ഇത് കളഞ്ഞ ഭയങ്കര ബലമുണ്ടാ. പഴയ മുണ്ടല്ലോ കേട്ടോ, പുതിയ മുണ്ട്. ആദ്യമൊക്കെ നമ്മള് ഉടുത്ത മുണ്ടൊക്കെയാ ചെയ്യാറ്. ഈ പ്രാവശ്യം വിചാരിച്ചു കുറച്ച് മുണ്ട് വാങ്ങണം. അങ്ങനെ നമ്മൾ ഉടുത്ത് പഴകിയ മുണ്ടൊക്കെ ആദ്യമൊക്കെ വാങ്ങി അങ്ങനെ ചെയ്യാറാ പതിവ്. മുന്നിനൊക്കെ അങ്ങനെയാട്ടോ വാങ്ങി. ഞങ്ങള് കുറച്ച് മുണ്ടുകൾ കീറി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മടക്കി വെക്കാം.
അപ്പൊ ആവശ്യത്തിനായിന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം കീറി വെക്കണല്ലോ, പിന്നെ വേണം വെച്ചാൽ കീറി കൊണ്ടുപോയാൽ മതി. നമുക്കൊരു 3-4 ദിവസം ആവശ്യമില്ലുള്ളൂ, പിന്നെ വീട്ടിലെത്തുമ്പോഴാണ് നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പൊ അവിടേക്കുള്ളത് മാത്രം നമുക്ക് കീറണുള്ളൂ. ഫസ്റ്റ് നമ്മൾ കുഞ്ഞിതായിട്ട് മുറിച്ചു കൂട്ടാ ഇങ്ങനെ മുറിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇനി കുറച്ച് വലുത് മുറിക്കാന്ന് വെച്ചാൽ എല്ലാം ചെറുതായി കഴിഞ്ഞാല് പിന്നെ ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മള് സ്നാക്കി ഒന്നും വെക്കാറില്ല കേട്ടോ. ഇവിടെ ഇപ്പൊ മിന്നൂസിനായാലും തുണിയാണ് വെക്കാറ്. സ്നാക്കിന് വേറെ തുണിയാണ്. ഈ സ്കിന്നിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ അത് കാരണം നമ്മള് ഇതുവരെ വെച്ചിട്ടില്ല, വേറെ കുട്ടികൾക്ക് കണ്ടിട്ട്. അപ്പൊ നമ്മള് പിന്നെ തുണിയാണ് ഫുള്ളും തുണിയാണ് വെച്ചാൽ വലുതായിട്ട്. അതെ വലുതായിട്ട് പറഞ്ഞാൽ ഒരുവിധം 1 വയസ്സ് 1.5 വയസ്സ് 2 വയസ്സ് അതിലൊക്കെ തുണി വെച്ചിട്ടുള്ളത്. സ്നാക്കി വെച്ചിട്ടേ അറിയില്ല നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല സ്നാക്കി എങ്ങനെ വെക്കുക. പിന്നെ അമ്പലത്തിന് മുമ്പൊക്കെ എല്ലാവരും പറയും, ഞാൻ നല്ല കട്ടിയിൽ തുണി വെക്കും. ഞാൻ സ്നാക്കി വെച്ചിട്ടില്ല. എനിക്ക് നമ്മളെ മുണ്ടുകൾ കുറച്ച് കീറി കഴിഞ്ഞ് ഇനി കുറച്ച് മടക്കാം. എനിക്ക് സ്നാക്കി വെക്കുന്നില്ല, അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് ചെറുത് വെട്ടി. ഇനി കുറച്ച് വലുത് ഞാൻ ഈ വീഡിയോയിലൊക്കെ കണ്ടു, ഈ ഇങ്ങനെ സ്നാക്കൊക്കെ വെക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മടക്കണ രീതി. അപ്പൊ നമുക്ക് അത് ഒരെണ്ണം നോക്കി നോക്കാം കേട്ടാ. ഇനി നേരം ആള് പ്രശ്നമായി തുടങ്ങി. ഇനി ഞങ്ങൾക്ക് പേടിയായി തുടങ്ങിയിട്ടാണ് നമുക്കൊന്നും ആരും ഇല്ല. അപ്പൊ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് മോശം പേടിയായി തുടങ്ങി. മിന്നുന്റെ ഒന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ ഇത് എനിക്ക് ഭയങ്കര പേടിയായി. ഇതിപ്പോ മടക്കി വെക്കും, എന്നിട്ട് ഞാനൊന്ന് തേക്കൂട്ടാ. തേച്ചിട്ട് വെക്കുള്ളൂ. തൽക്കാലം ഒന്ന് മടക്കി വെച്ചൊരു സമാധാനല്ലേ നമുക്ക്. കുറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചു, ഫ്രണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഉണ്ടാക്കി വെച്ചോളോട്ടാണ്. അപ്പൊ ഇനി കുറച്ച് ചെറുത് ആക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വലുത്. അപ്പൊ നമുക്ക് സ്നാക്കിയത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. രണ്ടും കൂടെ ഇടിയ മിന്നുവിനാണ് എന്നമ്മ തുണി മുറിക്കുക, വേഗം മുറിച്ച് വെക്കാൻ. പിന്നെ അത് മാത്രല്ല ഞങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലല്ലോ, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ണാപ്പി കാവടിക്ക് പോവും. അപ്പൊ മിന്നു ഇടക്കിടക്ക് ചോദിക്കേ എന്നാ മറ്റാവാ എന്നാവണേ, ഉണ്ണീനെ കാണും വേണം. പിന്നെ അവൾക്ക് പുറത്തേക്ക് പോയാലോ, ഇതിന്റെ ഉള്ളിൽ തന്നെ ആവുമ്പോ ആൾക്ക് ഇഷ്ടമില്ല. അപ്പൊ പുറത്തേക്ക് പോണത് കഴിച്ചാൽ ആൾക്ക് മറ്റേ ടൂറ് പോണ പോലെ എന്നമ്മ പോവാ, എന്നമ്മ അഡ്മിറ്റാക്ക ചോദിച്ചിരിക്കും. അത് വലിച്ചു പെട്ടെന്ന് അത് കീറിയ കാരണമാണ്. 2-3 എണ്ണത്തിന് കര വന്നു. സാരില്ല, എനിക്കങ്ങനെ ഇഷ്ടമായിട്ട് കാണാൻ ഇഷ്ടമല്ല. ഇങ്ങനെ ഓരോ ഉണ്ടാവും പറഞ്ഞിട്ട്. നീ ഉന്നം പിടിച്ചേക്കുമ്പോഴേക്കും നമ്മള് പടപടാ സ്പീഡില് കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ നിക്കുമ്പോ ചുറ്റുമ്പോ ഇങ്ങനെ കാണുന്നത് കളയാ. അപ്പൊ അങ്ങനെ കുട്ടീടെ തുണിയൊക്കെ കുറച്ചൊക്കെ ഞങ്ങള് വെട്ടി മടക്കി വെച്ചിട്ടുണ്ടാ. ഇനിയും വെട്ടുട്ടാ. അപ്പൊ ഇത് വീഡിയോയിൽ കാണിക്കാനാണ് നമ്മള് കുറച്ച് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി വേറെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയും വെട്ടും, വീണ്ടും വെട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ടായാലും ഉപയോഗിക്കണം എന്തായാലും. പിന്നെ നമുക്ക് ഇവൾക്ക് ആവശ്യമുള്ളത് ഇപ്പൊ ആദ്യം തന്നെ നമ്മളൊരു വൈറ്റ് ഷർട്ട് വാങ്ങിയിട്ട്, ഷർട്ട് മുണ്ട് മറ്റേ സർജറിക്ക് പോകുമ്പോ മറ്റേ ഉടുക്കാൻ വേണ്ടിട്ട് അവിടെ ഉള്ളിൽ കയറുമ്പോ ലേബർ റൂമിലൊക്കെ കയറുമ്പോഴേ അപ്പൊ ഷർട്ട് വാങ്ങി മുണ്ട് വാങ്ങി. ഷർട്ടും മുണ്ടും വേണം. പിന്നെ തോർത്ത് 2 തോർത്താക്കി. പിന്നെ പിന്നെന്താ പിന്നെ എന്തായാലും ഡ്രസ് വേണ്ട വരും. 2 നൈറ്റും കൂടി ഉണ്ട്. ഇപ്പൊ ഇത് ടോപ്പ് 2 എണ്ണം എടുത്തേക്കാം. അത്യാവശ്യം പെട്ടെന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടൈപ്പ് ടോപ്പ് ഇട്ടാ. പിന്നെ ഒരു 2 ഇത് വാങ്ങിയിട്ടുണ്ട്. ഇനിയല്ലേ വിരി പിന്നെ വിരി 2 തറവണ പിന്നെ പുതപ്പ്. ഇതൊക്കെ അത്യാവശ്യം കൊണ്ടുവന്ന സാധനങ്ങൾ കേട്ടോ, പെട്ടെന്ന് പോകുമ്പോ. കണ്ടിട്ടില്ലേ
ശബരിമലയ്ക്ക് പോകുമ്പോളാ വകുപ്പുകളാ കൊറേ ഉണ്ട് എല്ലാവരും പോകുമ്പോ എടുത്തിട്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഫയല് അത് എപ്പോഴും ഞാൻ മിന്നുവിന്റെ അടുത്തും കണ്ണാപ്പിടുത്ത് പറയും ഇത് ഈ സാധനങ്ങളൊന്നും പറഞ്ഞാൽ ഇത് മറക്കരുതെന്ന്. അവിടെ കേട്ടില്ല, ജനറൽ ഹോസ്പിറ്റലല്ലേ, അപ്പൊ എല്ലാം ചോദിക്കും. അപ്പൊ എന്തായാലും ഇത് വേണം, ഇത് ഇതിന്റെ കൂടെ തന്നെ ഞാൻ വെക്കുക ചെയ്യാ. അപ്പൊ തൽക്കാലം നമ്മൾ ഇത്ര സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതില് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യും. ഈ തുണി ഇനിയും വേണം. അപ്പൊ തൽക്കാലം പെട്ടെന്ന് കൊണ്ടുപോകണം സംഭവത്തിന്. ഇനിയിപ്പോ എപ്പോഴാ വേദന വരാനെങ്കിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കാരണം ഡോക്ടർ ഇത്തിരി പ്രശ്നം പറഞ്ഞു, മറ്റേ എപ്പോ വേണമെങ്കിലും പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ബാങ്ക് ജില്ലാ ആശുപത്രി പോകണോ, ഇത്തിരി പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. സംഭവം 8 മാസം ആവണം നോട്ടാ, പക്ഷെ ചെറിയ പ്രശ്നം 9 വരെ എത്തിക്കാൻ പറഞ്ഞു ശ്രദ്ധിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല ആ സമയത്ത് ഓട്ടത്തിന്റെ ഇടയിൽ. അപ്പൊ ഞങ്ങളിപ്പോ 8 മാസം അവറായി, 1 മാസം മേലെ നമ്മള് മടക്കി വെക്കണം വീഡിയോ എടുക്കണം വിചാരിച്ചു. അപ്പൊ സമയം ഉണ്ടാവാറില്ല. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത്. ഇപ്പൊ ഇത്ര സാധനം സെറ്റ് ആക്കിയില്ലേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഉണ്ണിത്തിന് ഞങ്ങള് അധികം ഉണ്ണിക്ക് ഇങ്ങനെ സ്നെഗ്ഗൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ കുറച്ച് വലിയ തുണി, ഞാൻ നാളൊരു വീഡിയോ കണ്ടേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ വലിയ തുണി ഇങ്ങനെ മടക്കി രസമുണ്ട് കേട്ടോ, സംഭവം അടിപൊളിയാ. നിങ്ങൾ നോക്കി നോക്കിട്ടാ വീഡിയോ ഇങ്ങനെ മടക്കിട്ടേ ഇങ്ങനെ കോണാകൃതിയിൽ എടുക്കും. ഇതെടുക്കുമ്പോ ഈ സെന്റർ ഭാഗം ഇങ്ങനെ ശരിക്കും വരും ചേട്ടാ, ഇങ്ങനെ. അപ്പൊ ഈ 2 വശവും ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാലേ കണ്ട ഇത് ശരിക്ക് നടുവിലേക്ക് വരുന്നുണ്ട്. അത് ചേച്ചി ശരിക്കും കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. ഞങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ലേടാ, ഇങ്ങനെ ഒരു മടക്ക് പോലെ വരും. അപ്പൊ ഇത് ശരിക്കും കനത്തിന് വരും ചെയ്യും. ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കെട്ടും ചെയ്യാം, ഇങ്ങനെ വെച്ചിട്ട് കെട്ടും ചെയ്യാം. നല്ല ഇതായി ഉണ്ട് കേട്ടോ. കാരണം ചേച്ചി നന്നായി കാണിച്ചു തന്നിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആദ്യം ഞാൻ മിന്നുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി വെക്കും, തുണി ഇങ്ങനെ കോണാകൃതിയിൽ വെക്കും, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചതുരത്തിൽ മടക്കി വെച്ചിട്ട് ഉണ്ണീനെ കിടത്തിയിട്ട് അങ്ങനെ കെട്ടാ ചെയ്യാം. ഇപ്പൊ ഇത് ഈ ഐഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറ്റുകയാണെങ്കിൽ ഉണ്ണി വരുമ്പോൾ ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇതിപ്പോ ഹോസ്പിറ്റലിലേക്കും അങ്ങനെ മടക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു ഭാവിയല്ലേ, അപ്പൊ കുഞ്ഞു തുണികളായിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട്. വലുത് കുറച്ച് സെപ്പറേറ്റ് കെട്ടി വെക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വെട്ടിയ തുണികളൊക്കെ നീളം കുറഞ്ഞിട്ടും പിന്നെ കറക്റ്റ് സ്ക്വയറിലാണ് മടക്കാൻ പറ്റാണ്ട് സ്ക്വയറും പിന്നെ ഇത്തിരി വലുപ്പമില്ലായിരിക്കും. അപ്പോ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാ. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തോട്ടാ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. എനിക്ക് അതിന്റെ ഇടയിൽ ഒരു പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകുന്ന വീഡിയോ ആയിട്ട് ഇനി കാണാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും. ബൈ.